ഹലോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നോട് ഒരു മുരിങ്ങയില കറി വയ്ക്കാൻ പോവാണേ. അപ്പം ഞാൻ അതിന് വേണ്ടി കുറേ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. എല്ലാം കഴുകി വാരി വൃത്തിയാക്കി വെച്ചിരിക്കുക. അപ്പം ഞാൻ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് മിക്സിക്ക് അതിട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. സോറി. അതിന് വേണ്ടി ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്, 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3-4 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഇതിനകത്ത് കുടഞ്ഞിട്ട് പോയി കേട്ടോ. ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇച്ചിരി പിന്നെ ചുമന്ന പൊടി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ശകലം കറിവേപ്പില. ഞാൻ ഇതിനകത്ത് തന്നെ ഇട്ട് അരയ്ക്കുവാണ് കേട്ടോ. കറിവേപ്പില എല്ലാം ഇതിനകത്ത് കുടഞ്ഞിട്ട് പോയി, മറന്നു പോയി വീഡിയോ എടുക്കാൻ. അപ്പം ഞാനിതൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. അപ്പം നമുക്ക് മുരിങ്ങയില കറി വയ്ക്കാനേ പാത്രം അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇട്ട് വെച്ച ശരിക്കാണ്. പാത്രം വെച്ച് നമുക്ക് കണ്ടു വരട്ടവേ. എൻ്റെ എണ്ണ തീർന്നിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വേറെ. അപ്പം ഞാൻ വെച്ചത് അങ്ങ് തീരട്ടെ വെച്ചു. നല്ല സാധനമല്ലേ മുരിങ്ങയില. ഞാൻ ഇന്നലെ വെറുതെ ഇങ്ങനെ നടക്കാൻ പോയപ്പോൾ അവിടെ ഒരു മുരിങ്ങ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ വെച്ചാൽ നല്ല മുരിങ്ങയില നിൽക്കുന്നു. അപ്പം ഞാൻ വെച്ചിട്ട് പിച്ചിക്കൊണ്ട് വരാം. ഒരു നേരത്തെ കറി ആവത്തില്ലേ. അപ്പം നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയുണ്ട് ഇതിനകത്ത് കേട്ടോ. ഒരു നേരത്തെ കൂടെയുള്ള എണ്ണയുണ്ട് ഇതിനകത്ത്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. 2 വറ്റൽമുളക് നമുക്ക് പൊട്ടിച്ചിടാം. ഞാൻ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ടേ. ഞാൻ കുറച്ച് ചെറിയ ഉള്ളി കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് വഴറ്റിയിട്ടെ. അതൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അരപ്പ് ഞാൻ അരച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, 2-3 പച്ചമുളക്, ഇച്ചിരി കറിവേപ്പില, പിന്നെ നമ്മുടെ ജീരകം കുറച്ച്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഇത്രയും ഇട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇത് വാടിയിട്ടുണ്ട്. മുരിങ്ങയില ഇട്ട് കൊടുക്കാമേ. പെട്ടെന്നുള്ള കറിയല്ലേ. മുരിങ്ങയില ഇട്ട് കൊടുക്കാമേ. ഒട്ടും വെള്ളമേ ഇല്ലാതെ ഞാൻ ആദ്യമേ മുരിങ്ങയില കഴുകി പിന്നെ ഞാൻ പേപ്പറിൻ്റെ പുറത്ത് വെച്ച് കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഇതിന് പിച്ചിയെടുത്തത്. അതുകൊണ്ട് വെള്ളമേ ഇല്ല. രണ്ട് മിനിറ്റ് ഒന്ന് വേകാനിരിക്കട്ടെ. അപ്പം നമുക്ക് അരപ്പിട്ട് കൊടുക്കാം.
ഇതായിട്ടുണ്ട്. അപ്പം നിങ്ങളെ കാണിക്കാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. എനിക്കിത് ഞാൻ നോക്കട്ടെ കാണിക്കാൻ പറ്റുമെന്ന്. വെട്ടം കുറവാണ് നമ്മുടെ കിച്ചണിൽ, കണ്ടോ? അപ്പം ഞാൻ എന്നിട്ട് അരപ്പിട്ട് കൊടുക്കുവാണേ. ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് തിളയ്ക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഓൾറെഡി വെള്ളം തിളച്ച വെള്ളമാണ്, അത് കാരണം ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഞാൻ ഒത്തിരി വെള്ളമായിട്ടൊന്നും വെക്കുന്നില്ല. ഉപ്പ് കുറവാണ്, നല്ല കറി. നല്ല കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ചേക്കണേ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഓഫ് ചെയ്യാമേ. കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കാണിക്കാമേ. കണ്ടോ? അധികം വെള്ളം ഒന്നും ഇല്ലാതാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ? അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നിൽക്കുന്നത് വരെ ബൈ ബൈ.